കേരളത്തിലെ പ്രശസ്തരായ കവികളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള മലയാളം പോയറ്റ്സ് .ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ലേഖനത്തിൻ്റെ ആദ്യ പേജിലാണ് ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തേണ്ടത്. സൂചന: ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. പൂർത്തിയാക്കിയ ലേഖനം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം: An article on famous poets of Kerala is given in the file malayalampoets.ott in the exam documents folder in home. Open this file in LibreOffice Writer. Insert the table of contents into the article using the table of contents and index technique. The table of contents should be included in the first page of the document. Give heading 1 style to the subheadings. Subheadings are given in green color. Save the article in the folder exam 10 in home with your register number _ question number as the file name. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നിന്ന് മലയാളം പോയറ്റ്സ് എന്ന ഫയൽ തുറക്കണം. ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. മലയാളം പോയറ്റ്സ് എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ആദ്യം ഇതിലെ സബ് ഹെഡിങ്ങുകൾ കണ്ടെത്തണം. സബ് ഹെഡിങ്ങുകൾ ഓരോന്നും സെലക്ട് ചെയ്യുന്നു. അവയ്ക്കെല്ലാം ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുന്നു. കുമാരനാശാൻ സബ് ഹെഡിങ് ആണ്. ഹെഡിങ് 1 നൽകി. വള്ളത്തോൾ നാരായണ മേനോൻ സബ് ഹെഡിങ് ആണ്. ഹെഡിങ് 1 നൽകുന്നു. ഇങ്ങനെ എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുന്നു. എല്ലാത്തിനും സ്റ്റൈൽ നൽകി കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡെക്സ് ടേബിൾ ചേർക്കാവുന്നതാണ്. ഒന്നാമത്തെ പേജിൽ ഇൻഡെക്സ് ടേബിൾ ചേർക്കേണ്ട സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്നതിന് നേരെ ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി സേവ് ചെയ്യുവാനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. നെയിം എന്നതിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ നൽകുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പറിനനുസരിച്ച് ഫയൽ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.